തൊട്ടാവാടിയെ ശ്രദ്ധിച്ചിട്ടില്ലേ? അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ടച്ച് മീ നോട്ട് എന്നാണ്. എന്നെ തൊടല്ലേ എന്നാണ് അതിൻ്റെ പേര് പോലും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു തൊട്ടാവാടിയെ കണ്ടാൽ എല്ലാവരും പോയി തൊടും. തൊട്ട ഉടനെ അതങ്ങ് വാടിപ്പോവും. ആ പ്രസരിപ്പൊക്കെ നഷ്ടപ്പെട്ട്, ആ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ട് ഒന്നുമില്ലാണ്ടായിപ്പോവും. ഇനി കുറേ അധികം സമയം വേണം ആ പഴയ രീതിയിലെത്താനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ തൊട്ടാവാടി എന്ന് പേരുള്ളത് കൊണ്ട് തന്നെ തൊട്ടാവാടിയെ കണ്ടാൽ എല്ലാവർക്കും തൊടണം. അതൊരു ക്രൈസാണ്. ഇനി ആരെങ്കിലും ഒരു വാഴയില കാണട്ടെ, വെറുതെ ഒന്ന് തൊട്ട് നോക്കാമെന്ന് പറഞ്ഞ് ആരെങ്കിലും പോയി തൊട്ട് നോക്കുമോ? ഇല്ലല്ലേ. പക്ഷേ തൊട്ടാവാടിയെ കണ്ടാൽ ഒന്ന് തൊട്ട് നോക്കും. അതൊന്ന് വാടുന്ന കാണാൻ ഒരു സുഖമുണ്ട്. ഇത് ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ആ പാഠം എന്നറിയോ? ചിലരൊക്കെ അങ്ങനെയാണ്. വാടുമെന്നറിഞ്ഞാൽ തൊടും, അതാണ് രീതി. വാടുമെന്നറിഞ്ഞാലേ തൊടൂ, അതാണ് അതിൻ്റെ സ്വഭാവം. ഇന്നത്തെ ഗോസ്പലിൽ വാടാതിരിക്കാനുള്ള ഒരു വഴിയാണ് യേശു പറഞ്ഞിരുന്നത്. പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ദുഷ്ടനെ എതിർക്കരുത്. വലത് കരണത്തടിച്ചാൽ നിങ്ങൾ ഇടത് കരണം കൂടി കാണിച്ചു കൊടുക്ക്. 1 മൈൽ ദൂരം നടക്കാൻ പറയുന്നവരോട് 2 മൈൽ ദൂരം നടക്ക്. വായ്പ കൊടുക്കാൻ ഒരുത്തൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ഒഴിഞ്ഞു മാറരുത്. നിങ്ങൾ ഒന്നിൽ നിന്ന് ഓടി ഒളിക്കരുത്, പ്രതികരിക്കരുത്. ഇതാണ് യേശു പറഞ്ഞിരുന്നത്. നിങ്ങൾ വാടുമെന്നറിഞ്ഞാൽ, നിങ്ങൾ പ്രതികരിക്കുമെന്നറിഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളിലെ ദേഷ്യം പുറത്തു വരുമെന്നറിഞ്ഞാൽ നിങ്ങളെ വീണ്ടും വീണ്ടും അവർ തൊട്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് വാടാതെ നിൽക്ക്. നിങ്ങളാരും തൊടില്ല. നിങ്ങൾ വേദനിക്കാതിരിക്കെ. നിങ്ങളാരും മൈൻഡ് ചെയ്യില്ല. നിങ്ങൾ മറ്റുള്ളവരോട് അവർ പ്രതികരിക്കുന്ന പോലെ പ്രതികരിക്കാതിരിക്കെ. ഒരു മനുഷ്യരും നിങ്ങളുടെ മോശപ്പെട്ട സാഹചര്യം പുറത്തു വരാൻ ആഗ്രഹിക്കില്ല. നിങ്ങൾ ദേഷ്യപ്പെടുന്നുണ്ടെന്നും നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ടെന്നും നിങ്ങൾ തിരിച്ച് പ്രതികരിക്കുന്നുണ്ടെന്ന് അറിയുമ്പോഴാണ് നമ്മളെ വീണ്ടും എല്ലാവർക്കും തൊടാൻ തോന്നുന്നത്. നിങ്ങളെ തൊടുന്നവർക്ക് അത്ഭുതം തോന്നുന്ന രീതിയിൽ നിങ്ങൾ തിരിച്ച് പ്രതികരിക്കണം. അതാണ് ക്രിസ്തു എന്ന് പറഞ്ഞു തരുന്നത്. നിങ്ങൾ തൊട്ടാൽ വാടരുത്. തൊട്ടാൽ കുറച്ചും കൂടി പ്രസരിപ്പോടെ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ അവർ നിങ്ങളെ തൊടാൻ വരില്ല. തൊടുന്നവർക്ക് പോലും അത്ഭുതം തോന്നുന്ന രീതിയിൽ നിങ്ങൾ എന്താണ് ഇപ്പോഴും അത്ഭുതമായി മാറാത്തത്? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.